ഈ നാരായണേട്ടൻ പോയ ദിവസം തന്നെ നമ്മൾ പെണ്ണാണ് ഇറങ്ങിയാല് നാട്ടുകാരെന്തെങ്കിലും പറയൂലേ? നാട്ടുകാർ പറയുന്നത് കേട്ട് നിന്നാല് നാരായണ വയ്യനെ ഞാനും പോണ്ടി വരും. ഇപ്പൊ തന്നെ ചക്കന് 38, എനിക്ക് 70 ഈ തറവാട്ടിൽ ആണുങ്ങളാരും 70 താണ്ടിട്ടാ എനിക്കറിയില്ലേ എന്ന് വിചാരിച്ചിട്ട് ചെക്കനെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും കുണ്ടു ചാടിക്കാനാ? ഒന്നും വേണ്ട, എല്ലാം നോക്കിയിട്ടും കണ്ടിട്ടും ചെയ്താ മതി. ആരല്ല എന്റെ കൂടെ വരുന്നത്? ഞാനില്ലാതെ ഞാനുണ്ട്. ആന്നും ശരിയാവില്ല. അമ്മാവന് പെണ്ണ് നോക്കാൻ മരുമോളാ പോവാ. ഇത് എടുത്ത പഠിപ്പാന്ന് അയറ്റ പായ്യാരും നീട വേണ്ടേ? നൂനും കൂടെ പോയിക്കോട്ടെ ഹേമേ. ഒരു ബൈക്ക് പോകുമ്പോ 3 പോയാ മൂളിക്കൊണ്ട് വരുന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ 4 പോയാ നക്കിക്കൊണ്ട് വരുന്ന അച്ഛമ്മേ. നീ പാടാ മൂത്തച്ചാ, നിങ്ങളാ താക്കോലും എടുത്ത. എന്താ ഏട്ടാ? വണ്ടി കയറും. വണ്ടി സോറി അച്ഛാ, വണ്ടി കയറും. ഈ പ്രശാന്ത് നേടി നമ്മളെ കൊണ്ടുവന്നിട്ട് പണ്ട് ഈ പെണ്ണിനെ കാണാൻ വേണ്ടിട്ട് ഞാൻ വന്നിട്ടുണ്ട്. പണ്ടാ? ഇതൊരു പുതിയ പോരല്ലേ? ആ മൂത്തച്ഛ, ഇതൊക്കെ നമുക്കറിയുന്ന സ്ഥലല്ലേ, പണ്ട് ഇവിടെ പോരെയൊന്നുമില്ലേ? നീ ചിലക്കണ്ട് വണ്ടി എടുക്കാം. അച്ഛാ കേറ്. രാഘവ, ഇവ എന്റെ മോനേനോ? അതെ. ഇവൻ 2 കൊല്ലം മുമ്പേ എന്റെ മോള ഇവിടെ കാണാൻ വന്നതല്ലേ? ഓ, അന്ന് നമ്മള് തറവാട്ടിലല്ലേ ഇനി താമസം. ഇപ്പൊ അടുത്തല്ലേ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആക്കിയത്. ലിഖിന ചതയ നക്ഷത്രം ഓർമ്മയില്ലേ? ജാതകം ഒത്തിട്ടില്ലേ? ആ, അതാണ്. എന്നാ സുധാര, ഞാളങ്ങ് പോട്ടെ. അതെങ്ങനെ രാഘവ ശരിയാവുക? ഇവിടെ നിങ്ങള് വരുന്നെന്ന് പറഞ്ഞിട്ട് വിഭവസമൃദ്ധമായ ചായ ഒരുക്കി വെച്ചു. ആ, അതെല്ലാം കഴിച്ചിട്ട് പോയാ മതിയേ. ആയിക്കോട്ടെ. എന്നാലും വന്നല്ലേ, ചായ അടിച്ചിട്ട് പോടാ. മോളെ വാ, ഇറങ്ങ്. 8 വർഷമായി ഇവ പെണ്ണ് കാണാൻ തുടങ്ങിയിട്ട്. ഇതാദ്യത്തെ സംഭവം. ഓ, അപ്പൊ കൊല്ലം കൊറേയായി ചങ്ങായി പരിപാടി തുടങ്ങിയിട്ട്. അത് കൊള്ളാം. എന്താ കക്കൂസ് പോണോ? അല്ല, ചോദിച്ചു. പോണോ മോനെ? വേണ്ട, എന്റെ മുഖം കണ്ടാ അറിയാം നിങ്ങക്ക് പോണെന്ന്. ഇനി ഒരു കാര്യം ചെയ്യും, നേരെ മുകളിലേക്ക് കയറുവാനെ. അതാ ആടെ കക്കൂസിയെല്ലാം ഉണ്ട്. കക്കൂസി അല്ലച്ചാ, ചക്കൂസി. അതെന്നെ പറഞ്ഞത്. ആ 4 ഭാഗത്തുനിന്ന് വെള്ളം തെറിപ്പിക്കുന്ന സാധനം ഉണ്ട്. മോനെ പോണോ? എന്നാ പോയിട്ട് വാ. പോയിട്ട് വരുന്ന ഇന്റെ പൊരേന്നല്ലേ മോനെ ഇത്. കുറവ് കളിക്കാണ്ട് ഇനി ചെല്ല്. പോയിട്ട് പോയിക്കോ. പോയിട്ട് വാ. പോട്. എന്നാ പോയിട്ട് വാ. മുകളിൽ കയറിച്ച് നേരെ ലെഫ്റ്റ്. പോന്ന അശ്വനേട്ടാ. അമ്മ ഞാൻ പറയില്ല, അശ്വനേട്ടൻ കോളേജ് യൂണിയൻ ചെയർമാൻ. ഓ, അപ്പൊ നിങ്ങളെ പരിചയക്കാരാ? ഞാൻ ചെയർമാനായ സമയത്ത് ഇവളല്ലേ കലാതിലോ. ഓ, ഹലോ ജയ്ഷേ. ഒരച്ഛനും ഒരു മോളും ഏടെങ്കിലും പോയ ആടെ കുത്തിരുന്ന് ചാവയിലടിച്ചിട്ട് ചരച്ചോണ്ടിരിക്കും. ഇതിനെല്ലാം കാരണം ആ നായ്പെട്ടി പ്രശാന്തന. ഓനെ എന്റെ കൈ കിട്ടിയാലുണ്ടോ ജിതേഷേ, അടിച്ചു. ജയ്ഷേ, എന്തെന്നാണ് ഒരു ഒച്ചേട്ടെ? എടാ, വീണ എണീക്കുള്ള എടാ, ഒച്ച വെച്ച് നിലവിളിച്ചൂടാ. രാവിലെ കുളിച്ചല്ലേ? ചാവി എടുക്കടാ. അല്ല, ഒരു ഇങ്ങനെ കുത്തിയിരിക്ക, നമുക്ക് പോണ്ടേ? തെണ്ടികളാ എന്റെ കുടുംബക്കാർ. അത് ശരിയാ, പക്ഷെ ഉറപ്പ് എന്താ ചെയ്തേ? എടാ, പെണ്ണ് കാണാൻ പോയ എന്നെ ആ പെണ്ണിന്റെ പുറക്കാർ അവിടെ കുളിപ്പിച്ച് കിടത്തിയാലും നാറികളാ എന്റെ കുടുംബക്കാർ എന്നെ നോക്കി ചിരിക്കുക. എന്നിട്ട് പോരാ തന്നെ ഗാനമേള്. സ്വന്തക്കാർ എന്നോട് ഇങ്ങനെയാ ചെയ്യുന്നെങ്കിൽ ഇന്റെ അവിടെ വന്ന് കഴിഞ്ഞാൽ നാട്ടുകാർ എമ്മാതിരി മക്കാറാക്കലായിരിക്കും. ഒരു പോലീസുകാരൻ ക്ഷണിച്ചിട്ട് വരുന്ന ഇന്ന ആടുന്നേരം മക്കാറാക്കി എനിക്കൊന്ന് കാണണം. ഇനി വന്നേ. ഞാൻ വരാം. ഞാനവിടെ വന്നാ ആരും എന്നോടൊന്നും ചോദിക്കാനും പാടില്ല, എന്നെ നോക്കി ചിരിക്കാനും പാടില്ല. ശരി, സമ്മതിച്ചു. വാ, റൂമിൽ പണങ്ങിരിക്കുക എന്താ പെണ്ണുങ്ങളാ? അറിയാ, ഞാൻ സ്ഥിരം വരുന്നതാ. അല്ല ചേച്ചേ, ഇന്ന് പെണ്ണ് കാണാൻ പോയിട്ട് അടുത്ത ആൾക്കാരിനെ കുളിപ്പിച്ച് കിടത്തിന്നാണല്ലോ കേട്ടെ. നീ പറയുന്നത് കേട്ടിട്ടല്ലേ ഉള്ളൂ.
വെറുതെ ഇല്ലാത്ത പറഞ്ഞ് നടന്നാലല്ലോ കുരിപ്പ. ഓപ്പരം പഠിച്ചതൊന്നും ഞാൻ നോക്കൂല. ചവിട്ടി ചുമരുമ പറ്റിച്ചാലേ. വേണ്ട, പോണ്ട. ഇനി എന്നോടൊന്നും പറയണ്ട, ഞാനിവിടെ നിൽക്കൂല. എന്താടാ നിങ്ങൾ ആടെ നിൽക്കുന്ന രണ്ടാമത്തെ ചേച്ചിനൊന്ന് നോക്കിയാ. ഏതാണ്? ആ പച്ച ചുരിദാറ് എടുത്തുനിന്ന് രണ്ടാമത്തെ ചേച്ചി ചിരിക്കുന്നു. നല്ല കുട്ടിയാണല്ലോ. ജിതേഷ്, ഇനി ചെയ്തതാടാ ശരി. കല്യാണം കഴിഞ്ഞ പെങ്ങന്മാരെ സ്ഥിരമായിട്ട് വീട്ടിൽ വന്ന് താമസിക്കാൻ സമ്മതിക്കരുത്. ഈ തിങ്കൾ നാത്തും പോര് തുടങ്ങൂലേ? അച്ഛനമ്മമാര് പക്ഷപാതം കാണിക്കൂലേ? ഇവളെ ഭർത്താവ് ഗൾഫിലാന്ന് പറഞ്ഞിട്ട് ഇവളെ മോളും കൂടി വീട്ടിൽ വന്ന് കുറ്റി അടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ആ ഒറ്റ കാരണം കൊണ്ടാണ് എന്റെ കല്യാണം നടക്കാത്തതെന്ന എന്റെ ഭീകരമായ സംശയം. ആയിരിക്കും. അതെ, അതേതേനു ആ ചെറിയോള്? അത് നമ്മളെ ദച്ചുവിന്റെ പെങ്ങളെ മോളല്ലേ? അപ്പൊ ഞാളെ ആൾക്കാർ തന്നെയല്ലേ? ഓറിപ്പാ കുട്ടീനെ അയക്കുന്നുണ്ടോളി. എന്റെ ജയേഷിന് വേണ്ടിട്ടേന്. ആ മാസ്റ്റർ ജി. ആ ജിതേഷേ, ഇനി ഓനെയും കൂട്ടി ആ വീട്ടിന്റെ ബേക്കപ്പുറത്തോടൊന്ന് പോയാട്ടെ. ക്യോ? നമ്മുടെ മുണ്ടിയിലെ ദച്ചുവിന്റെ ബന്ധു ഒരു കുട്ടിയുണ്ട്. ഓർ അയക്കുന്നുണ്ടെന്നാ കേട്ട്. ഇനി ഒന്ന് കൂട്ടിട്ട് കാണിച്ചു കൊടുത്തേ. अच्छा ठीक है ജയശേ, ജിബേ അടിച്ചേ. നമുക്ക് ഇപ്പൊ ഒരു പെണ്ണ് കാണാൻ പോണം. ഇപ്പ ആ ഇപ്പൊ തന്നെ ഒരു മിനിറ്റേ, നടക്ക്. പേരേന്റെ ഇളയ പോലീസിന്റെ ആൽക്കോമീറ്ററിന് വരെ ഇതുവരെ പിടിക്കാൻ പറ്റില്ല. പിന്നെയല്ല ഒരു പെണ്ണ്. നീ ഇതടി വിട്ടോ. അയ്യോ കുപ്പി. വിട്ടോ 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 വിട്ടോ.